എല്ലാവർക്കും നമസ്തേ. കഴിഞ്ഞ കുറേ ദിവസമായി നമ്മുടെ കേരള പോലീസ് നടപ്പിലാക്കി വരുന്ന ഓപ്പറേഷൻ തൂഫാൻ വളരെയേറെ ശ്ലാഘനീയമായ ഒരു ചുവടുവയ്പ്പാണ്. കാരണം നമ്മുടെ കേരളത്തിലെ യുവജനങ്ങൾക്കിടയിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന മയക്കുമരുന്ന്, അതായത് രാസലഹരിയാണ് ഇപ്പോൾ പ്രധാനമായിട്ടും. പണ്ടുകാലത്ത് അങ്ങനെയായിരുന്നില്ല. പണ്ടുകാലത്ത് മദ്യം പോലെയുള്ള ലഹരി ആയിരുന്നു ഉപയോഗിച്ചിരുന്നതെങ്കിൽ അതിനേക്കാളൊക്കെ മാരകമായ രാസലഹരികളിലേക്ക് ഇപ്പോൾ നമ്മളുടെ യുവജനങ്ങൾ ചുവടുമാറിയത് വളരെയേറെ ആശങ്കയോടെയാണ് നമ്മുടെ കേരള സമൂഹം കണ്ടുകൊണ്ടിരുന്നത്. ഇതിന് കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞ 10 വർഷത്തെ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ഭരണം നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ ആ ഒരു എല്ലാ രീതിയിലും ജീവിതക്രമത്തെ തന്നെ, കേരളത്തിലെ ആ ഒരു സാമൂഹ്യ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അത് നമുക്കറിയാം. അത് അവരുടെ പാർട്ടിയുടെ നയത്തിൻ്റെ ഭാഗമായിരിക്കാം എന്ന് നമ്മൾക്ക് ചിന്തിക്കാം. കാരണം നമ്മുടെ നാട്ടിൽ നല്ലൊരു ശതമാനം ചെറുപ്പക്കാർ ഒരു ചെഗുവേര എന്ന് പറയുന്ന ഒരു വൈദേശികനായിട്ടുള്ള ഒരു യുവാവിൻ്റെ ചിത്രവും ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു നടക്കുന്നത്. അതായത് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ചെറുപ്പക്കാർ. ഈ ചെഗുവേര ആരാണെന്ന് നമുക്കറിയാം. അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിൻ്റെ ചുണ്ടിലൊരു ചുരുട്ട് കാണും. അന്ന് കാലത്ത് ഈ രാസലഹരി ഇല്ലാതിരുന്നതുകൊണ്ട് കഞ്ചാവ് എന്ന് പറയുന്ന ഒരു ലഹരിയായിരുന്നു ചെഗുവേര ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ലഹരിക്കടിമയായ ഒരു വ്യക്തിയെ ഇവർ കമ്മ്യൂണിസ്റ്റുകൾ അവരുടെ പ്രതീകമായി ഉയർത്തിക്കാട്ടിക്കൊണ്ട് നമ്മളുടെ ചെറുപ്പക്കാർക്കിടയിലേക്ക് അത് കുത്തിവെച്ച് അവരെ ചെഗുവേരയുടെ ആരാധകരാക്കി മാറ്റി എടുക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഈ മയക്കുമരുന്നിൻ്റെ ലോകത്തേക്ക് നമ്മുടെ ചെറുപ്പക്കാരെ CPM-ഉം പിണറായിയുടെ ഭരണകൂടവും കൊണ്ടെത്തിച്ചത് എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിച്ചാൽ, കമ്മ്യൂണിസത്തെ ഊട്ടിയുറപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ യുവാക്കളുടെ ആ ചിന്താശക്തിയെ ഇല്ലാതാക്കേണ്ടത് അവർക്ക് അത്യാവശ്യമായി തോന്നിയതുകൊണ്ടാണ്. യുവാക്കളിൽ നിന്ന് ദേശീയബോധവും സദാചാരബോധവും ഇല്ലാതാക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള പ്രതീകങ്ങളെ അവരുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ചേ കഴിയൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവരുടെ ഒരു പ്രതീകമായി ചെറുപ്പക്കാർക്ക് ഇടയിൽ ചെഗുവേരയെ പ്രതിഷ്ഠിക്കുകയാണ് ഉണ്ടായത്. അതിൽ നിന്നുള്ള ഒരു ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ചെഗുവേര എന്നുള്ള ആ വ്യക്തിയുടെ ആ ജീവിതത്തെ അനുകരിക്കുന്നതിനായി അല്ലെങ്കിൽ പിന്തുടരുന്നതിനായി ഈ ചെറുപ്പക്കാരെ പ്രാപ്തരാക്കിയെടുക്കുകയായിരുന്നു CPM എന്ന ആ പ്രസ്ഥാനവും പിണറായിയുടെ 10 വർഷത്തെ ഭരണവും ശ്രമിച്ചത്. അത് കാരണം മയക്കുമരുന്നിൻ്റെ ഉപയോഗം നമ്മുടെ സമൂഹത്തിൽ അതീവ വ്യാപകമാവുകയാണ് ഉണ്ടായത്. അതിനെതിരെ ശക്തമായ നടപടി എടുക്കാൻ പിണറായി വിജയൻ തയ്യാറായിരുന്നില്ല. തയ്യാറാകാതിരുന്നതിന് കാരണം എന്താണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞത് തന്നെയാണ്. അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ, കേരളീയ ജീവിതത്തിൽ മയക്കുമരുന്നിന് അതിശക്തമായ അടിത്തറ ഉണ്ടാകുകയും നമ്മുടെ ചെറുപ്പക്കാരുടെ ചിന്താശേഷിയെ നശിപ്പിക്കുകയും അവർ മറ്റ് രീതിയിലേക്ക് അവരുടെ പ്രവർത്തനങ്ങൾ മാറുകയും ചെയ്തത് മനസ്സിലാക്കിയ രമേശ് ചെന്നിത്തല, ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി, അതിനെ തടയിടുന്നതിനും അത് തടയുന്നതിനോടൊപ്പം തന്നെ ഇല്ലായ്മ ചെയ്യുന്നതിനുമായി എടുത്ത ശക്തമായ ഒരു തീരുമാനം തന്നെയാണ് ഓപ്പറേഷൻ തൂഫാൻ. അതിനെ കേരളീയ സമൂഹം 2 കൈയും നീട്ടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ചെയ്തേ കഴിയുള്ളൂ. കാരണം ഈ രാജ്യത്തിൻ്റെ ഭാവിയാണ് ഈ യുവതലമുറ. ആ യുവതയെയാണ് മയക്കുമരുന്ന് എന്ന് പറയുന്ന ആ ഒരു മഹാവിപത്ത് കീഴടക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ ഏതൊക്കെ രീതിയിൽ
തടയാമോ ഇല്ലാതാക്കാമോ അതിനുള്ള നടപടികൾ സർക്കാർ എടുത്താൽ, അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാകട്ടെ, ഈ കോൺഗ്രസ് ആകട്ടെ മറ്റേതെങ്കിലും പാർട്ടിയാകട്ടെ, CPM എന്തായാലും അതിന് തുനിയുകയില്ല എന്ന് നമുക്കറിയാം. കോൺഗ്രസ് അങ്ങനെ ഒരു നിലപാടെടുത്താൽ അതിനെ നമ്മൾ പൂർണ്ണമായി പിന്തുണച്ച് അതിനെ വിജയത്തിലെത്തിക്കാൻ ശ്രമിക്കേണ്ടത് നമ്മൾ ഓരോ പൗരൻ്റെയും കടമയാണ്. ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഉത്തമ പൗരന്മാരുടെ കടമയാണ്. അതിനുള്ള നടപടിയാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരിക്കാം, ഞാനൊരു കോൺഗ്രസ്സുകാരനല്ല. ഞാൻ 10ാമത്തെ വയസ്സിൽ ഒരു സംഘപ്രവർത്തനം തുടങ്ങിയ ഒരു സ്വയം സേവനാണ്. ഇപ്പോൾ എൻ്റെ സാഹചര്യം കാരണം നിത്യശാഖയിൽ പോകാൻ കഴിയാത്തത് കൊണ്ട് സംഘാനുഭാവി എന്ന് പറയാം എന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കാം എന്ന് മാത്രം. എങ്കിലും ആ സംഘത്തിൻ്റെ പാരമ്പര്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് കോൺഗ്രസ് ഗവൺമെൻറ്, കോൺഗ്രസിൻ്റെ മന്ത്രിയായ രമേശ് ചെന്നിത്തല എടുത്ത ഈ തീരുമാനത്തെ ഞാൻ പൂർണ്ണമായി പിന്തുണയ്ക്കുകയാണ്. കാരണം നമ്മുടെ ചെറുപ്പക്കാരെ, യുവതയെ ഈ മയക്കുമരുന്ന് എന്ന മഹാവിപത്തിൽ നിന്ന് മോചിപ്പിച്ച് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്തിൻ്റെ ആ ഒരു ശക്തിക്ക് അവർ കരുത്താവുകയുള്ളൂ. നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്കും അതാണ് അത്യന്താപേക്ഷിതമായിട്ടുള്ളത്. അതുകൊണ്ട് രമേശ് ചെന്നിത്തലയുടെ ഈ നടപടിയെ, ഈ ഓപ്പറേഷൻ തൂഫാൻ എന്ന ആ പ്രവർത്തനത്തിന് പൂർണ്ണമായും സർവാത്മന ഞാൻ പിന്തുണയ്ക്കാൻ തയ്യാറായിരിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ്. കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഇത്തെങ്കിലും ഈ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്നത്, ഇത്തരം ഒരു പ്രവൃത്തി ചെയ്യുന്നത് വളരെയേറെ നല്ല കാര്യമാണ്. കാരണം കോൺഗ്രസിൻ്റെ എല്ലാ നടപടികളും, ഒരു 99% നടപടികളും രാജ്യത്തിനെതിരായിട്ടുള്ളതാണ്, രാജ്യത്തിനെ നശിപ്പിക്കുക എന്നുള്ളതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ രാജ്യത്തെ വിദേശ രാജ്യങ്ങളുടെ മുന്നിൽ അധിക്ഷേപിക്കാൻ നമ്മുടെ ഇവിടുത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെ, ഇലക്ഷൻ കമ്മീഷനാകട്ടെ, കോടതികളാകട്ടെ, ഇതിനെയെല്ലാം പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഒരു പദവിയെ ആകട്ടെ, പാർലമെൻറ്റിനെയും എല്ലാം വിദേശ രാജ്യങ്ങളുടെ മുന്നിൽ അധിക്ഷേപിക്കാനും അപമാനിക്കാനുമാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ നേതാവായ രാഹുൽ ഗാന്ധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ രാജ്യത്തെ എല്ലാ രീതിയിലും അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന, നാണം കെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ പാർട്ടിയുടെ കേരള ഘടകത്തിൽ നിന്നും ഇങ്ങനെയൊരു നീക്കമുണ്ടായിരിക്കുന്നത് നമ്മൾക്ക് കുറച്ചൊക്കെ പ്രതീക്ഷ തരുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ടെങ്കിലും ഈ കോൺഗ്രസിൻ്റെ നേതാവായ, അതിൻ്റെ പരമാധികാരിയായ രാഹുൽ ഗാന്ധി നേരായ വഴിക്ക് ചിന്തിക്കും എന്നുള്ളതും നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കാം. കാരണം അദ്ദേഹം ഇതിനൊന്നും എതിരല്ല എന്നുള്ളത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ പലതും നമ്മൾക്ക് കാണിച്ചു തരുന്നതും അതൊക്കെ തന്നെയാണ്. പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, ഇതെന്താണ് രാഹുൽ ഗാന്ധി ഇതേപോലുള്ള മയക്കുമരുന്നിന് അടിമപ്പെട്ടിട്ടാണോ ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അതേ രീതിയിലുള്ള പ്രവൃത്തിയാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പാർലമെൻറ്റിൽ അത്ര അത്യാവശ്യമായിട്ടുള്ള ഒരു ചർച്ച നടക്കുന്ന സമയത്താണെങ്കിൽ കൂടി പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടിക്കൊണ്ട് അദ്ദേഹം പെട്ടെന്നാണ് മുങ്ങുന്നത്. എവിടാണെന്നും അറിയാത്ത രീതിയിൽ പെട്ടെന്ന് പൊങ്ങുന്നത് പട്ടായ അല്ലെങ്കിൽ ബാങ്കോക്ക് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ, വിദേശ രാജ്യങ്ങളിൽ ഈ യുവതികളോടൊപ്പം കറങ്ങി നടക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ കരുതുന്നത് എന്താണ്, ഇദ്ദേഹം മയക്കുമരുന്നിന് അടിമയാണ് എന്നുള്ളതാണ് നമ്മൾ സംശയിക്കുന്നത്. അങ്ങനെയുള്ള ഒരു പാർട്ടിയുടെ നേതൃത്വത്തിൽ ഭരിക്കുന്ന ഒരു സംസ്ഥാനം ഇങ്ങനെ ഒരു നടപടിയെടുത്താൽ അതിനെ തീർച്ചയായും അതിനെ പൂർണ്ണമായി പിന്തുണയ്ക്കേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണ് എന്ന് തന്നെ നമ്മൾ കരുതുക. ഇത് കണ്ടെങ്കിലും രാഹുൽ ഗാന്ധി തെറ്റ് മനസ്സിലാക്കി നേർവഴിക്ക് വരും എന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അടൽജിയുടെ ഭരണകാലത്ത്
രാഹുൽ ഗാന്ധിയെക്കുറിച്ച് അമേരിക്കയിൽ വെച്ച് എന്തൊക്കെയോ ഉണ്ടായ സംഭവങ്ങളും, സോണിയാഗാന്ധി അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നു, അവർ അടൽജിയോട്, നമ്മുടെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയോട് വളരെയേറെ സങ്കടത്തോടുകൂടി അപേക്ഷിച്ച് അനുസരിച്ച് രാഹുൽ ഗാന്ധിൻ്റെ ആ ഒരു പ്രശ്നത്തിൽ ഇടപെട്ട് രാഹുൽ ഗാന്ധിയെ രക്ഷപ്പെടുത്തുകയായിരുന്നു ഒക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെന്താണെന്നുള്ള വിശദമായിട്ടുള്ള വിവരത്തെക്കുറിച്ച് നമ്മുടെ കേന്ദ്ര സർക്കാരും ഒന്നും വിവരങ്ങൾ പുറത്തു വിട്ടിട്ടില്ല. ഇങ്ങനെ ഉള്ള ഈ സംസാരം പുറമേ കേൾക്കുന്നുണ്ട്. അതിലെന്തെങ്കിലും സത്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം പറയാൻ ഞാൻ ആളല്ല. കാരണം അത് നേരിട്ട് എനിക്കറിയാത്തത് കൊണ്ട് ഈ നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കുന്ന ഈ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കാര്യങ്ങൾ ഞാൻ പറയുന്നത്. അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് നമ്മൾ ലോകത്തെ അറിയിക്കേണ്ടത്, നമ്മുടെ ജനങ്ങളെ അറിയിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. ഇതുവരെ അങ്ങനെ ഒരു കാര്യം പുറത്തു വന്നിട്ടില്ല. എങ്കിലും പറഞ്ഞു കേട്ടതിന് പ്രകാരം രാഹുൽ ഗാന്ധിയും ഇപ്പോൾ ഇതേക്കുറിച്ച് ചിന്തിച്ചിട്ട് അദ്ദേഹവും ഇതിന് ഒപ്പം നിന്ന് ഈ കേരള സർക്കാരിൻ്റെ ഈ ഒരു പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ കൊടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിലും വളരെയേറെ സന്തോഷമുണ്ട്. ഈ നടപടികൾ അതിശക്തമായി തന്നെ നമ്മുടെ കേരളത്തിൽ മുന്നോട്ട് പോകണം. ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ സർക്കാരും നമ്മുടെ യുവജനങ്ങളെ ഏത് രീതിയിലാണോ നശിപ്പിക്കാൻ ശ്രമിച്ചത് അത് മനസ്സിലാക്കി അതിൽ നിന്ന് പൂർണ്ണമായി യുവജനങ്ങളെ മുക്തരാക്കിക്കൊണ്ട് ഈ യുവജനങ്ങൾ നമ്മുടെ രാഷ്ട്ര നിർമ്മാണത്തിൻ്റെ ഭാഗഭാക്കാകാൻ വേണ്ടി അവരെ സജ്ജമാക്കാൻ രമേശ് ചെന്നിത്തലയ്ക്കും അദ്ദേഹത്തിൻ്റെ നടപടികൾക്കും കഴിയും എന്നുള്ള ഒരു വിശ്വാസവും കൂടി നമ്മൾ വെച്ച് പുലർത്തുന്നുണ്ട്. അതങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. നമ്മൾ പൊതുജനങ്ങൾ ഇതിന് സർവാത്മന പിന്തുണ നൽകിക്കൊണ്ട് ഈ ഒരു പ്രവർത്തനങ്ങളെ അതിശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഊർജ്ജദായകരായി തന്നെ അദ്ദേഹത്തിൻ്റെ പിന്നിൽ തന്നെ ഉണ്ടാകണം എന്നുള്ളതും നമ്മൾ മറന്നുകൂടാത്തതാണ്. നമ്മുടെ രാജ്യത്തെ യുവജനങ്ങളാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി. നമ്മുടെ രാജ്യത്തെ ലോകത്ത് ഏറ്റവും വലിയ ശക്തിയാക്കി തീർക്കേണ്ടതും നമ്മുടെ യുവജനങ്ങളുടെ അവരുടെ കഴിവും ശേഷിയും ശേമുഷിയുമാണ്. അത് മയക്കുമരുന്നിൻ്റെ പിറകെ പോയി മയക്കുമരുന്നിന് അടിമകളായി അത് ഇല്ലാതാകാൻ നമ്മൾ അനുവദിക്കരുത്. അതുകൊണ്ട് പിണറായി വിജയൻ സർക്കാർ ഈ കാണിച്ചു വെച്ച ഈ സാമൂഹിക ദ്രോഹമായിട്ടുള്ള ആ ഒരു പ്രവർത്തനത്തിന് ഇല്ലായ്മ ചെയ്യാനുള്ള രമേശ് ചെന്നിത്തലയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം തന്നെ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും ഈ നാടിനെ സ്നേഹിക്കുന്ന എല്ലാവരും അതിനായി അദ്ദേഹത്തോടൊപ്പം തന്നെ നിന്ന് പ്രവർത്തിക്കണം എന്നു മാത്രമാണ് എനിക്ക് നമ്മുടെ കേരളീയ സമൂഹത്തോട് അപേക്ഷിക്കാനുള്ളത്. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നു വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക.